Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In this lecture, we will be discussing about the different approaches to marketing. At first, the traditional marketing approach. In traditional marketing, more importance is given to selling the product. They start with protection, and marketing is done while selling and promoting the product to attain sales at profit. In this technique, the existing product are imposed on the market through aggressive selling and promotional pressure. In the last classes, we have discussed about the definition of marketing, and we have said that marketing is an exchange process and a set of activities. ഒരു എക്സ്ചേഞ്ച് പ്രോസസ്, അതായത് കസ്റ്റമറിൻ്റെ നീഡ്സും വാണ്ട്സും മനസ്സിലാക്കി അവർക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് അവർക്കത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അവർ തിരിച്ച് നമുക്കൊരു കൺസിഡറേഷൻ ഇൻ ദ ഫോം ഓഫ് പ്രോഫിറ്റ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഇൻ ദ ഫോം ഓഫ് വാല്യൂബിൾ മണി എന്ന രീതിയിൽ നമുക്കൊരു എക്സ്ചേഞ്ച് ചെയ്യണം. ഒരു എക്സ്ചേഞ്ച് പ്രോസസ് ആയിരുന്നു മാർക്കറ്റിംഗ് എന്നാണ് നമ്മൾ ഡെഫിനേഷനിലൊക്കെ പഠിച്ചത്. ബട്ട് ട്രഡീഷണൽ മാർക്കറ്റിംഗ് അപ്രോച്ചിൽ പറയുന്നത് മറ്റൊരു രീതിയിലാണ്. ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഏത് വിധേനയും ഒരു പ്രോഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കുക, അത് മാത്രമാണ് മാർക്കറ്റിംഗ്. അല്ലാതെ കസ്റ്റമറിൻ്റെ നീഡ് അതാണോ, അവരതുകൊണ്ട് സാറ്റിസ്ഫൈ ആകുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ട്രഡീഷണൽ മാർക്കറ്റിൽ കൺസിഡർ ചെയ്യുന്നില്ല. The only thing they consider is create a product, do the marketing activities and make the customer buy the product and attain profit. പ്രോഫിറ്റ് ഉണ്ടാക്കുക, ഏത് വിധേനയും ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് അതിനെ പല വിധത്തിലുള്ള മാർക്കറ്റിംഗ് ടെക്നിക്സ്, പ്രൊമോഷൻ, അഡ്വർടൈസ്മെൻറ്റ് ആക്ടിവിറ്റീസ് എല്ലാം ചെയ്തുകൊണ്ട് ആ പ്രോഡക്റ്റിനെ കസ്റ്റമറെ കൊണ്ട് മേടിപ്പിക്കുക, എന്നിട്ട് പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുക. ഈ ഒരു മോട്ടീവ് മാത്രമാണ് ട്രഡീഷണൽ മാർക്കറ്റിൽ അവർ ഫോളോ ചെയ്യുന്നത്. Now let us look into the features of traditional marketing. The objective of traditional marketing is profit maximization. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്നുള്ളത് പ്രോഫിറ്റ് വർദ്ധിപ്പിക്കുക. ഏത് വിധേനയും ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയിലൂടെ കസ്റ്റമറിനെ കൊണ്ട് മേടിപ്പിക്കുക അല്ലെങ്കിൽ സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. അതിലൂടെ പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. ഇറ്റ് ഈസ് സെയിൽ ഓറിയൻറ്റഡ്, നോട്ട് കസ്റ്റമർ ഓറിയൻറ്റഡ്. ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് സെയിൽ ഓറിയൻറ്റഡ് ആണ്. ഏത് വിധേനയും ഒരു പ്രോഡക്റ്റിനെ സെയിൽസ് നടത്തുക, അല്ലെങ്കിൽ കസ്റ്റമർ അത് സാറ്റിസ്ഫൈഡ് ആകുമോ, അല്ലെങ്കിൽ കസ്റ്റമറിന് ആ പ്രോഡക്റ്റിന് നീഡ് ഉണ്ടോ, ഇതൊന്നും ട്രഡീഷണൽ മാർക്കറ്റിൽ അവർ കൺസിഡർ ചെയ്യുന്നില്ല. ദേ ആർ ഓൺലി ഓറിയൻറ്റഡ് ടുവേർഡ്സ് ദ സെയിൽസ്, ദേ ആർ നോട്ട് കസ്റ്റമർ ഓറിയൻറ്റഡ്. It gave emphasis to product. In traditional marketing, more focus is given to the product, not the customer. It is concerned with the transfer of ownership. ഒരു പ്രോഡക്റ്റിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിനെ മറ്റൊരാൾക്ക് വിൽക്കുക എന്നുള്ളത് മാത്രമാണ് ട്രഡീഷണൽ മാർക്കറ്റിൽ മോർ കൺസേൺഡ് ആയിട്ടുള്ളത്. അല്ലാതെ ആ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആകുകയാണോ, അതേ അല്ലെങ്കിൽ ആ ക്വാളിറ്റി പ്രോഡക്ട്സ് കസ്റ്റമറെ ഡെലിവറി ചെയ്യണം, ഇതൊന്നും ട്രഡീഷണൽ മാർക്കറ്റിൽ അവരെ കൺസേൺ ആയിട്ടുള്ള കാര്യമല്ല. ദ ഓൺലി കൺസേൺ ഈസ് വിത്ത് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. ഏത് വിധേനയും അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് കസ്റ്റമറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവരുടെ കൺസേൺ. It gave emphasis to the physical movement of goods. ഫിസിക്കലി ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്നും എൻഡ് യൂസറിലേക്ക് പ്രോഡക്റ്റ് ട്രാൻസ്ഫർ ആകണം, അല്ലെങ്കിൽ ഫിസിക്കലി മൂവ് ചെയ്യണം. ഇത് മാത്രമാണ് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൻ്റെ കൺസെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മോസ്റ്റ് കോമൺലി ഉള്ള കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് നമുക്ക് പറയുകയാണെങ്കിൽ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഈസ് മോർ ഫോക്കസ്ഡ് ഓൺ പ്രോഫിറ്റ് ദാൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമറിൻ്റെ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് പകരമായിട്ട് ട്രഡീഷണൽ മാർക്കറ്റിൽ ഫോളോ ചെയ്തിരുന്നത് ഏത് വിധേനയും ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അത് കസ്റ്റമറിലേക്ക് എത്തിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ട്രഡീഷണൽ മാർക്കറ്റിൽ ഫോളോ ചെയ്ത കാര്യം. Now let us look into the modern marketing approach. Its main motive is customer satisfaction. That is, building a relationship with customer, and is achieved through an integrated corporate wide set of marketing activities. This technique understands the needs and desire of the customer, and product is designed accordingly. ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു കോൺസെപ്റ്റാണ് മോഡേൺ മാർക്കറ്റിംഗ്. മോഡേൺ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് മെയിൻ മോട്ടീവ്. ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണെങ്കിൽ മോഡേൺ മാർക്കറ്റിംഗിൻ്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തത്? കസ്റ്റമറുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, പല വിധത്തിലുള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിലൂടെ കസ്റ്റമറുടെ നീഡ്സ് മനസ്സിലാക്കുക, അവർക്ക് ആ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഗുഡ്സ് കിട്ടുന്നോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുക, അതിനുശേഷം കൃത്യമായ ഫോളോ അപ്സ്, അങ്ങനെ ഒരുപാട് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കസ്റ്റമറുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് മോഡേൺ മാർക്കറ്റിംഗിൽ. അതായത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക, ആ പ്രോഡക്റ്റ് ഏത് വിധേനയും കസ്റ്റമറിലേക്ക്
എത്തിക്കുക, അവരെ കൊണ്ട് സെയിൽ മേടിപ്പിക്കുക എന്നുള്ളതായിരുന്നു ട്രഡീഷണൽ മാർക്കറ്റിംഗ്. പ്രോഫിറ്റ് ഉണ്ടാക്കുക, ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും അത് കസ്റ്റമറിന് വിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ട്രഡീഷണൽ മാർക്കറ്റിംഗ്. ബട്ട് മോഡേൺ മാർക്കറ്റിംഗിൽ പറയുന്നതല്ല. ഫസ്റ്റ് നമ്മൾ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ എന്ത് മനസ്സിലാക്കിയിരിക്കണം? കസ്റ്റമറിൻ്റെ നീഡ്സും വാണ്ട്സും മനസ്സിലാക്കിയിരിക്കണം. കസ്റ്റമറിന് എന്താണ് ആവശ്യം, അവർ ഏത് രീതിയിലുള്ള പ്രോഡക്റ്റ് ആണ് അവർ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നത്, ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് മോഡേൺ മാർക്കറ്റിംഗിൽ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് പോലും. അതിനുശേഷം ഈ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം കസ്റ്റമറിനെ ഏത് കസ്റ്റമറാണ്, ഏത് ഏരിയയിലെ കസ്റ്റമറാണ്, എങ്ങനെയുള്ള കസ്റ്റമറാണ് പർച്ചേസ് ചെയ്യുന്നത് മനസ്സിലാക്കി അത് കൃത്യമായ കസ്റ്റമറിൻ്റെ കയ്യിലേക്ക് എത്തിച്ചു കൊടുത്ത് അവർ സാറ്റിസ്ഫൈഡ് ആണോ ഇല്ലയോ എന്നുള്ള ഫീഡ്ബാക്സ് എടുത്ത് അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തി വീണ്ടും ആ പ്രോഡക്റ്റ്സിൽ ചേഞ്ച് വരുത്തുക. ഇത്തരത്തിലുള്ള ഒരുപാട് ആക്ടിവിറ്റി എല്ലാം കൂടെ ചേർന്നതാണ് മോഡേൺ മാർക്കറ്റിംഗ് അപ്രോച്ച്. മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. Next, we can look into the features of modern marketing. Modern marketing is customer oriented. Traditional marketing profit oriented ആയിരുന്നെങ്കിൽ മോഡേൺ മാർക്കറ്റിംഗ് എന്നുള്ളത് കസ്റ്റമർ ഓറിയൻറ്റഡ് ആണ്. കസ്റ്റമർ ഓറിയൻറ്റഡ് മീൻസ് കസ്റ്റമറിൻ്റെ നീഡ്സും വാണ്ട്സും മനസ്സിലാക്കി അവർക്കൊരു പ്രോഡക്റ്റ് ഡെലിവറി ചെയ്ത് അവർ സാറ്റിസ്ഫൈഡ് ആണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കി ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ് മോഡേൺ മാർക്കറ്റിങ്ങിൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ മോഡേൺ മാർക്കറ്റിംഗ് ഈസ് കസ്റ്റമർ ഓറിയൻറ്റഡ്. Secondly, modern marketing starts and ends with the customer. ട്രഡീഷണൽ മാർക്കറ്റ് എന്ന് പറയുന്നത് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൊഡക്ഷൻ ആക്ടിവിറ്റി കൊണ്ടാണ്. അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക, അവർക്ക് റീസണബിൾ എന്ന് തോന്നുന്ന ഒരു പ്രോഡക്റ്റ് അവർ ഡെവലപ്പ് ചെയ്യുന്നു, എന്നിട്ട് പലവിധ ടെക്നിക്സ് യൂസ് ചെയ്ത് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നു. ഇതായിരുന്നു ട്രഡീഷണൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. പക്ഷേ മോഡേൺ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ കസ്റ്റമർ ഇറ്റ് സെൽഫ്. ഫസ്റ്റ് അവർ ചെയ്യുന്നത് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് മനസ്സിലാക്കുകയാണ്. ഇതിനുശേഷം ഈ നീഡ്സ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അവർ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തു അത് തിരിച്ച് നല്ല പലവിധ ആക്ടിവിറ്റീസിലൂടെ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ മോഡേൺ മാർക്കറ്റിംഗ് സ്റ്റാർട്ട്സ് ആൻഡ് എൻഡ്സ് വിത്ത് ദ കസ്റ്റമർ. വൺസ് ഈ എന്താണ് കസ്റ്റമറിൻ്റെ ആവശ്യമെന്ന് മനസ്സിലാക്കുന്നു, അതിനുശേഷം പ്രോഡക്റ്റ് ഡെലിവറി ചെയ്തതിന് ശേഷം കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇങ്ങനെ തുടങ്ങുന്നതും കസ്റ്റമറിൽ നിന്നും അവസാനിക്കുന്നതും കസ്റ്റമറിൽ നിന്നും. ഇതാണ് മോഡേൺ മാർക്കറ്റിംഗ് അപ്രോച്ച്. മോഡേൺ മാർക്കറ്റിംഗ് സ്റ്റാർട്ട്സ് ബിഫോർ പ്രൊഡക്ഷൻ. നമ്മൾ നേരത്തെ പോയിന്റ് പറഞ്ഞ പോലെ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ കസ്റ്റമർ ഇറ്റ് സെൽഫ്. പ്രൊഡക്ഷന് മുമ്പേ തന്നെ മാർക്കറ്റിംഗ് തുടങ്ങിയിരിക്കുന്നു. എന്താണ്? ഫസ്റ്റ് തന്നെ നമ്മുടെ പ്രൊസ്പെക്റ്റീവ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും വാണ്ട്സും മനസ്സിലാക്കിയാണ് മോഡേൺ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുക. ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്ഷൻ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ മോഡേൺ മാർക്കറ്റിംഗ് എന്നുള്ളത് പ്രൊഡക്ഷന് മുമ്പേ തന്നെ റിസർച്ച് ആക്ടിവിറ്റീസ് വെച്ചാണ് മോഡേൺ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുക. മോഡേൺ മാർക്കറ്റിംഗ് ഈസ് എ ഗൈഡിങ് എലമെൻറ്റ് ഓഫ് ബിസിനസ്. കൃത്യമായിട്ടുള്ള ബിസിനസ്സിൻ്റെ ഗൈഡിങ് എലമെൻ്റ് ആണ്. ഏത് രീതിയിൽ ബിസിനസ് ചെയ്യണമെന്ന് മനസ്സിലാക്കുന്നത് മാർക്കറ്റിങ്ങിന് ഹെൽപ്പോടുകൂടിയാണ്. കാരണം മാർക്കറ്റിംഗ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കസ്റ്റമറിൻ്റെ നീഡ്സും വാണ്ട്സും മനസ്സിലാക്കുകയാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഏത് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്താൽ നമ്മുടെ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ മോഡേൺ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ തന്നെ ഒരു ഗൈഡിങ് എലമെൻ്റ് ആണ്. ട്രഡീഷണൽ മാർക്കറ്റിംഗ് അതല്ല, നമ്മൾ ഒരു റിസ്ക് എടുത്ത് ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു, അതിനെ ഏതെങ്കിലും രീതിയിൽ മാർക്കറ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ ഉള്ള ഒരു ഔട്ട്ലുക്ക്. അപ്പോൾ ബട്ട് മോഡേൺ മാർക്കറ്റിംഗിൽ അതല്ല, നമ്മൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി തന്നെയാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഗൈഡ് ലൈൻ ആയിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് മോഡേൺ മാർക്കറ്റിംഗിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ പറയുക. Next, we are going to learn the different objectives of marketing. At first, to satisfy the customer, the marketing manager must scientifically study the different demands of customer before offering them any goods or services. Selling the goods or services is not that important as the satisfaction of the customer's need. ഫസ്റ്റ് ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. നമ്മൾ മോഡേൺ മാർക്കറ്റിംഗ് അപ്രോച്ചിൽ പറഞ്ഞ പോലെ ഫസ്റ്റ് ബേസിക് അപ്രോച്ച് അല്ലെങ്കിൽ ഫസ്റ്റ് ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഒരു മാനേജർ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം സയൻറ്റിഫിക്കലി സ്റ്റഡി ചെയ്യണം. കസ്റ്റമറിന് എന്താണ് വേണ്ടത്? ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ഒരു ഗുഡ്സോ സർവീസോ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു മാർക്കറ്റിംഗ് മാനേജർ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തിരിക്കണം. എന്തൊക്കെയാണ് കസ്റ്റമർ, നമ്മുടെ പ്രൊസ്പെക്റ്റീവ് കസ്റ്റമറിൻ്റെ നീഡ്സ് ഡിമാൻഡ്സ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതിനെക്കാട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആകുക എന്നുള്ളത്. ഇതാണ് ഫസ്റ്റ് ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് മാർക്കറ്റിംഗ്. The second objective of marketing is to increase profits for the growth of the business. The marketing department is the only department which generates revenue for the business. Sufficient profit must be earned as a result of sale of want satisfying products. അപ്പോൾ
രണ്ടാമത്തെ ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ പറയുന്നത് ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും കൂടുതൽ റവന്യൂ കൊണ്ടുവരുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് കൊണ്ട് ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടാകുകയും വേണം. ബട്ട് അറ്റ് ദ സെയിം ടൈം വോൺസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോഡക്ട്സ് മാത്രമേ നമ്മൾ വിൽക്കാൻ പാടുള്ളൂ. നമ്മൾ മോഡേൺ മാർക്കറ്റിംഗ് അപ്രോച്ചിൽ പറഞ്ഞ പോലെ കസ്റ്റമർ സാറ്റിസ്ഫൈ ആകുകയും വേണം, അറ്റ് ദ സെയിം ടൈം ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടാകുകയും വേണം. അല്ലെങ്കിൽ ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടായില്ലെങ്കിൽ കസ്റ്റമറിൻ്റെ നീഡ്സ് മാത്രം സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷന് നിലനിൽപ്പില്ലാണ്ടായി പോകും. അപ്പോൾ ബിസിനസ്സിന് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആകുകയും വേണം, ബിസിനസ്സിന് പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുകയും വേണം. അത്തരത്തിൽ വേണം നമ്മൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് എല്ലാം പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളൊരു മാർക്കറ്റിംഗ് മാനേജർ റിസർച്ച് നടത്തുമ്പോൾ ഡിമാൻഡ്സ് എന്താണെന്ന് മനസ്സിലാക്കുക, ആ ഡിമാൻഡിൽ നിന്ന് നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ സെക്കൻഡ് ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ പറയുന്നത് ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. The next objective is to generate customer base for the business. The marketing manager must attract more and more customers to buy the firm's product and services. This will also result in the increased sale. മറ്റൊരു ഒബ്ജക്റ്റീവാണ് നല്ലൊരു കസ്റ്റമർ ബേസ് ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മുടെ പ്രോഡക്റ്റിന് സ്ഥിരമായിട്ട് കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബിസിനസ്സിൽ സെയിൽസും കൂടും, പ്രോഫിറ്റും കൂടും. അപ്പോൾ മറ്റൊരു ഒബ്ജക്റ്റീവാണ് ഒരു കസ്റ്റമർ ബേസ്, സ്ഥിരമായിട്ട് നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന കുറച്ച് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതിനായിട്ട് നമ്മൾ ഒരുപാട് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യണം. അപ്പോൾ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ്സ് എല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവണം. കസ്റ്റമറിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യണം, ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് ആവശ്യമായ പ്രോഫിറ്റ് ഉണ്ടാവണം, അത് അറ്റ് ദ സെയിം ടൈം നല്ലൊരു കസ്റ്റമർ ബേസും കൂടെ ഉണ്ടാവണം. കസ്റ്റമർ ബേസ് ഉണ്ടായാൽ അതനുസരിച്ച് സെയിലും പ്രോഫിറ്റും എല്ലാം ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ബിസിനസ്സിൻ്റെ മറ്റൊരു അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവാണ് ജനറേറ്റിംഗ് കസ്റ്റമർ ബേസ് എന്നുള്ളത്. Another objective of marketing is to determine marketing mix that will satisfy the needs of the customer. Product pricing, promotion and physical distribution should be so planned as to meet the requirements of the different kinds of customers. About marketing mix, the 4 P's of marketing: product, pricing, promotion and place or physical distribution. ഇതിൻ്റെ കൃത്യമായിട്ടൊരു മിക്സ് ഉണ്ടായാൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് കസ്റ്റമറിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനും ബിസിനസ്സിന് പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാനും ഒരു കസ്റ്റമർ ബേസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവാണ് മാർക്കറ്റിംഗ് മിക്സ്. കറക്റ്റായിട്ടുള്ള മാർക്കറ്റിംഗ് മിക്സ് ഉണ്ടാക്കുക. ഒരു കറക്റ്റ് പ്രോഡക്റ്റ്, കറക്റ്റ് പ്രൈസിങ്, കറക്റ്റ് പ്രൊമോഷൻ ആക്ടിവിറ്റി, കറക്റ്റ് പ്ലേസിൽ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഫിസിക്കലി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇതെല്ലാം കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു പ്രോപ്പർ മിക്സ് ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ഒബ്ജക്റ്റീവ്സും കറക്റ്റായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ, ബിസിനസ്സിന് കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ, ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടാകുകയുള്ളൂ, നല്ലൊരു കസ്റ്റമർ ബേസ് ഉണ്ടാകുകയുള്ളൂ. ടു ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് പീപ്പിൾ, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് അറ്റംപ്റ്റ്സ് ടു ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ദ പീപ്പിൾ by providing them better products at reasonable prices. It facilitates production and distribution of a wide variety of goods and services for use by the customer. അപ്പോൾ മറ്റൊരു ഒബ്ജക്റ്റീവ് ആണ് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ പീപ്പിളിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത്. ഏത് വിധേനയാണ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുക? നല്ല നല്ല പ്രോഡക്ട്സ്, പുതിയ പ്രോഡക്ട്സ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വഴി, അല്ലെങ്കിൽ അവർക്ക് ക്വാളിറ്റി പ്രോഡക്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന വഴി അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഒരു ബിസിനസ്സിന് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാർക്കറ്റിംഗ് കൊണ്ടുമുള്ള മറ്റൊരു ഒബ്ജക്റ്റീവാണ് നമ്മൾ കസ്റ്റമറിൻ്റെ നീഡ്സും വോൺസും മനസ്സിലാക്കുന്നത് വഴി അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഹൈലി ക്വാളിറ്റി പ്രോഡക്ട്സും വളരെ ഡൈവേഴ്സീവ് ആയിട്ടുള്ള പ്രോഡക്ട്സും പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സൊസൈറ്റിയുടെ തന്നെ ലിവിങ് സ്റ്റാൻഡേർഡ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സോഷ്യൽ ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് പറയുന്നത് ഇൻക്രീസിങ് ദ ക്വാളിറ്റി ഓഫ് ദി പീപ്പിൾ എന്നുള്ളത് ഒരു മാർക്കറ്റിങ്ങിൻ്റെ സോഷ്യൽ ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ്, ടു ക്രിയേറ്റ് ഗുഡ് ഇമേജ്. To build up the public image of firm over a period is another objective of marketing. The marketing department provides quality products to the customer at reasonable prices and thus creates its impact on the customer. The marketing manager attempts to increase the goodwill of its business by initiating image building activities. അപ്പോൾ മാർക്കറ്റിംഗ് കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഒരു ഗുഡ് വിൽ എന്നുള്ളത്, അല്ലെങ്കിൽ ഗുഡ് ഇമേജ് അമംഗ് ദ കസ്റ്റമേഴ്സ്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ്, നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സും
ഹൈലി ക്വാളിറ്റി പ്രോഡക്ട്സും റീസണബിൾ പ്രൈസിലുമാണ് കിട്ടുന്നുണ്ടെങ്കിൽ കസ്റ്റമറിൻ്റെ ഇടയിൽ നമ്മുടെ പ്രോഡക്ട്സിന് ഒരു നല്ല ഇമേജ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ടാറ്റയുടെ പ്രോഡക്ട്സ് എല്ലാം ടാറ്റയുടെ പ്രോഡക്ട്സ് എല്ലാം നല്ല ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സുമാണ്, റീസണബിൾ പ്രൈസിലുമാണ് നമുക്ക് അവൈലബിൾ ആകും. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ടാറ്റ എന്നുള്ള കമ്പനിയെ കുറിച്ച് നമുക്കൊരു നല്ല ഇമേജും അതുവഴി ആ കമ്പനിക്ക് ഒരു ഗുഡ് വില്ലുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് മാർക്കറ്റിംഗ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഒബ്ജക്റ്റീവ്. മാർക്കറ്റിംഗിന് മറ്റൊരു ഒബ്ജക്റ്റീവ് ആണ് കമ്പനിക്ക് നല്ലൊരു ഗുഡ് വിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗുഡ് ഇമേജ് ക്രിയേറ്റിംഗ് ഇനിഷ്യേറ്റീവ്. അതായത് കസ്റ്റമറിൻ്റെ നീഡ്സും വോൺസും മനസ്സിലാക്കി അവർക്ക് ക്വാളിറ്റി പ്രോഡക്ട്സ് അറ്റ് റീസണബിൾ പ്രൈസ് പ്രൊവൈഡ് ചെയ്യുന്ന വഴി കസ്റ്റമറിൻ്റെ ഇടയിൽ നമുക്കൊരു ഗുഡ് ഇമേജും അതുവഴി കമ്പനിക്കൊരു ഗുഡ് വില്ലും ക്രിയേറ്റ് ചെയ്യുക. ഇതാണ് മറ്റൊരു മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് എന്ന് നമുക്ക് പറയാവുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ 2 അപ്രോച്ചസ് ആണ് പഠിച്ചത്, ട്രഡീഷണൽ മാർക്കറ്റിംഗ് അപ്രോച്ച് ആൻഡ് മോഡേൺ മാർക്കറ്റിംഗ് അപ്രോച്ച്. പിന്നീട് മോഡേൺ മാർക്കറ്റിംഗ് അപ്രോച്ചിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാർക്കറ്റിംഗ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് അസൈൻമെൻറ്റ് തന്നേക്കുന്നത്. എക്സ്പ്ലെയിൻ ദി ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് ദ സെക്കൻഡ് വൺ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാർക്കറ്റിംഗ്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.